ഞാനിപ്പോൾ ഇതിങ്ങനെ പറയുന്നതുകൊണ്ട് ആർക്കൊക്കെ പറ്റുന്നൊന്നും അറിയില്ല, പക്ഷെ പറയാതിരിക്കാൻ നിർവാഹമില്ല. പ്രത്യേകിച്ച് മുസ്ലിം സമുദായം. അതായത് അഷ്റഫ് ബാക്കവി എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ, അദ്ദേഹം SYFൻ്റെ സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറിയാണ്. കേരള സംസ്ഥാന സുന്നി യുവജന ഫെഡറേഷൻ്റെ സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹം SDPIയുടെ വഖഫ് സംരക്ഷണ സമ്മേളനത്തിൽ പങ്കെടുത്തു. അപ്പോൾ ഈ മഹാനായ പണ്ഡിതൻ, അദ്ദേഹത്തിന് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. അത്രയും ഒരു എന്താ പറയുക, വല്ലാത്ത വാക്കുകളാണ് അവർ ഉപയോഗിച്ചത്. അവരുടെ മുഷാവറയെക്കുറിച്ചാണ് അദ്ദേഹം അവിടെ പറഞ്ഞതേ. അവരുടെ മുഷാവറ എടുത്തൊരു തീരുമാനങ്ങൾ കേൾക്കണ്ടേ, മുസ്ലിം സമുദായത്തിന് കേൾക്കണ്ടേ? വിശേഷ കേരളത്തിലെ ഈ വാക്കുകളൊന്ന് കേട്ടു നോക്കി. ഈ സമയത്ത് പ്രത്യേകമായി കൊണ്ട് ഞാൻ ഓർക്കുകയാണ്, കഴിഞ്ഞ 8-ാം തീയതി ഞങ്ങളുടെ ജമീയത്തുൽ ഉലമയുടെ കേന്ദ്ര മുഷാവറ യോഗം പരിപാടികൾ സംഘടിപ്പിക്കണമെന്നും ആ പരിപാടികളുമായി കൊണ്ട് രാജ്യത്തെ മുഴുവൻ വിശ്വാസികളും മതേതര സമൂഹവും സഹകരിക്കേണ്ടതുണ്ട് എന്നും തങ്ങളുടെ മുഷാവറ ഐക്യകണ്ഠേന കഴിഞ്ഞ 8-ാം തീയതി ഇവിടെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് SDPI സംഘടിപ്പിച്ച ഈ വഖഫ് സംരക്ഷണ സമ്മേളനത്തിന് പ്രത്യേകമായി കൊണ്ട് പിന്തുണ അറിയിക്കുന്നതിന് വേണ്ടി ഈ ഉള്ളവർ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. പ്രത്യേകമായി കൊണ്ട് ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മുടെ സമൂഹത്തിന്റെ സമുദായത്തിന്റെ ഭൂരിഭാഗത്തെയും പ്രതിനിധീകരിക്കുന്ന മുഖ്യധാരാ സംഘടനകളെല്ലാം മുസ്ലിം ലീഗ് പാർട്ടിയും സമസ്ത കേരള ജമീയത്തുൽ ഉലമയും ഒക്കെ നമ്മുടെ സമുദായത്തെ ഭൂരിഭാഗത്തെയും പ്രതിനിധീകരിക്കുന്നവരാണല്ലോ. അവരൊക്കെ ഈ പരിപാടി ഏറ്റെടുക്കുകയും ഈ പ്രക്ഷോഭ പരിപാടിയുടെ മുന്നിൽ നിൽക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്ന് പ്രഖ്യാപനം ഇവിടെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഏത് വേട്ടക്കാരനെയും തോൽപ്പിക്കാൻ ഇരകളുടെ ഐക്യം തീർച്ചയായും ശക്തമാണ് എന്ന തിരിച്ചറിവ് നമുക്ക് തീർച്ചയായും ഉണ്ടായിരിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം കൂട്ടായ്മകളിലൂടെ നമ്മുടെ ശക്തി തെളിയിക്കുകയും നമ്മളെല്ലാവരും കിരാതമായ ഇത്തരം നയനിലപാടുകൾക്കെതിരെ ഒത്തൊരുമിച്ച് നിൽക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് കേരള സംസ്ഥാന ജമീയത്തുൽ ഉലമായുടെയും പോഷക ഘടകങ്ങളുടെയും എല്ലാവിധ പിന്തുണയും ഈ പരിപാടിക്ക് അർപ്പിച്ചുകൊണ്ട് എല്ലാ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അതായത് മുഷാവറ തീരുമാനിക്കുകയാണ്, ഇവർ കൂടിയ മുഷാവറ തീരുമാനിക്കുകയാണ്. വഖഫുമായി ബന്ധപ്പെട്ട് ആരൊക്കെ ഈ രാജ്യത്ത് ജനാധിപത്യ രീതിയിൽ പ്രതിഷേധിക്കുന്നുണ്ടോ ആ പ്രതിഷേധിക്കുന്ന ശബ്ദങ്ങളോടൊപ്പം ഞങ്ങൾ നിൽക്കുക എന്നുള്ളതാണ്. ആരാണ് മുഷാവറ കൂടി തീരുമാനിക്കുക? എത്രത്തോളം പോസിറ്റീവായൊരു കാര്യമാണ്, എത്രത്തോളം നല്ലൊരു നിലപാടാണത്. അത് ആരായിക്കോട്ടെ. അപ്പോൾ അങ്ങനെ SDPIയുടെ ഇങ്ങനെയുള്ള ഒരു സമര പോരാട്ടത്തിൽ അങ്ങനെ തന്നെയാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്, ഈ വിനീതൻ ഇവിടെ എത്തിയിട്ടുള്ളത് എന്ന് പറഞ്ഞു വെക്കുമ്പോൾ ആലോചിച്ച് നോക്കൂ, ഇതൊരു വല്ലാത്തൊരു നിലപാടാണല്ലോ. പക്ഷേ നമുക്കൊക്കെ ഏറ്റവും വലിയ സങ്കടം എന്താണ്? നമ്മുടെ ഏറ്റവും പ്രബലമായ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അവരെന്തതിനൊക്കെ മൗനമായി നിൽക്കുക? സങ്കടം കൊണ്ടാണ്, അല്ലാതെ കുറ്റപ്പെടുത്താൻ വേണ്ടി പറയല്ല. നോക്കൂ, പാർലമെൻറ്റിൽ പ്രതിപക്ഷത്തിൻ്റെ അഭിപ്രായം പോലും കേൾക്കാതെ അതൊക്കെ മാറ്റി നിർത്തിയിട്ട് വഖഫ് അമെൻമെൻറ്റ് ബില്ല് പാസ്സാക്കി. ഒരുപാട് പ്രശ്നങ്ങൾ അതിലുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം, വിശിഷ്യ മത നേതൃത്വത്തിന് കൃത്യമായിട്ടറിയാം. എന്നിട്ടും എന്താണ് ഈ മൗനം എന്നുള്ളതാണ്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, അവിടെയാണ് ഇവരൊരു തീരുമാനം എടുക്കുകയാണ്. അത് മുസ്ലിം ലീഗ് നടത്തിയാലും കോൺഗ്രസ് നടത്തിയാലും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി നടത്തിയാലും SDPI നടത്തിയാലും വഖഫുമായി ബന്ധപ്പെട്ട വിഷയം വളരെ ഗൗരവമുള്ള വിഷയമാണ്. അതുകൊണ്ട് തന്നെ അത്തരം